എല്ലാവർക്കും നമസ്കാരം. മൈ വേ ബൈ കല്യാണി. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മൈ വേ ബൈ കല്യാണിയുടെ ക്ലിനിക്ക് സന്ദർശനവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സീസ്. ശരിക്കും കല്യാണിയുടെ വേർഷൻ നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസം കല്യാണിയുടെ ഒരു ലോങ് വീഡിയോ വന്നു. അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലെ ഡോക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡോക്ടറുടെ വീഡിയോ നമ്മുടെ ലൈഫ് ഓഫ് അനന്തു ചാനലിൽ അനന്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റുന്നവർ അവിടെ പോയി കേൾക്കുക. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അവർ തമ്മിലുള്ള കോൺവെർസേഷൻ വെച്ചേക്കാം. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അവിടെ കേട്ടോളൂ. ഡോക്ടർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എപ്പോഴാണ് കല്യാണി അവിടെ ചെന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നത് ഇതൊന്നുമല്ല. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുകയാണ് കല്യാണിയുടെയും കല്യാണിയുടെ ഹസ്ബൻഡിൻ്റെ പേരിലും. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കല്യാണിയുടെ ചേട്ടൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവുന്നതാണ് തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ പോയിട്ട് മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ച് അവിടെ മുഴുവൻ ഷൂട്ട് ചെയ്യുക. ആൾക്ക് ഇച്ചിരിയെങ്കിലും ചിന്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആളത് ചെയ്യില്ലായിരുന്നു. അവർക്ക് അവരുടെ എവിഡൻസിന് വേണ്ടിയാണ് അവർ ചെയ്തതെന്നൊക്കെ അവർ വാദിക്കാം. പക്ഷേ ആ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇവർക്കെതിരെയുള്ള പരാതി ഒന്ന് വായിക്കാം. 2 പേർക്കെതിരെ പരാതി പോയിട്ടുണ്ട്. അപ്പോൾ പരാതി ഇതാണ്. പ്രതികൾക്ക് ആവലാതിക്കാരി ഡോക്ടറായി ജോലി ചെയ്തു വരുന്ന ദെയർഫോർ ഐ ആം എന്ന കോസ്മെറ്റോളജി ക്ലിനിക്കിനായി കൊളാബ് ചെയ്യാൻ നൽകാത്തതിലുള്ള വിരോധം നിമിത്തം പ്രതികൾക്ക് ഈ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ബഹളം വെച്ച് മെറ്റഗ്ലാസ് ഉപയോഗിച്ച് സ്ഥാപനത്തിലുള്ള ആവലാതിക്കാരി ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 30/5/2026 ഉച്ചയ്ക്ക് 3 മണിക്കും, ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോണേ, 1/6/2026 ഉച്ചയ്ക്ക് 12:30 മണിക്കും 1ഉം 2ഉം പ്രതികൾ ചേർന്ന് കുറവൻകോണത്തുള്ള ദെയർഫോർ ഐ ആം എന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി 1-ാം പ്രതി മെറ്റഗ്ലാസ് കണ്ണട വെച്ച് ആവലാതിക്കാരുടെയും സ്ഥാപന ഉടമയായ സ്ത്രീയുടെയും ക്ലിനിക്കിൻ്റെയും മറ്റും വീഡിയോ ഷൂട്ട് ചെയ്തും 2-ാം പ്രതി യൂട്യൂബിൽ ലൈവ് പോയി ക്ലിനിക്കിന്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയും 1-ാം പ്രതി വീഡിയോ ഷൂട്ട് ചെയ്തതിൽ വെച്ച് സ്ത്രീകളുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തിയും പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ക്ലിനിക്കുകാരുടെ കയ്യിൽ ഇതിന്റെ എവിഡൻസ് ഇല്ലെങ്കിൽ അവരിങ്ങനെ ഒരു കംപ്ലയിന്റ് കൊടുക്കും തോന്നുന്നുണ്ടോ? അപ്പോൾ ആ എവിഡൻസ് ഉള്ളതിന്റെ പേരിലാണ് അവർ ഈ കംപ്ലയിന്റ് ഫയൽ ചെയ്തത്. പോലീസുകാർക്ക് എവിഡൻസ് അവർ സബ്മിറ്റ് ചെയ്തു. ഇത് മാത്രമല്ല, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും പരാതി പോയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കല്യാണി അഥവാ ജീവലക്ഷ്മിയുടെ ഹസ്ബൻഡ് MVD ആണല്ലോ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ആളല്ലേ. ഇനി ഞാൻ നേരത്തെ ഡേറ്റ് നോക്കി വെക്കാൻ പറഞ്ഞതിന് കാരണം, കല്യാണി പറഞ്ഞ പ്രകാരം കല്യാണി അവിടെ ചെന്നിരിക്കുന്നത് 1-ാം തീയതിയാണ് ആണല്ലോ. കല്യാണി പറഞ്ഞ പ്രകാരം കല്യാണി പറയുന്നു ഞങ്ങളാണ് ആദ്യം കേസ് ഫയൽ ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ പോലീസിന് ആദ്യം ഇൻഫോം ചെയ്തത് ഹോസ്പിറ്റലുകാരായിരുന്നു. കല്യാണി ഒരു വീഡിയോ ഫുട്ടേജ് കാണിച്ചു. ആ വീഡിയോ ഫുട്ടേജിനകത്ത് ഹസ്ബൻഡ് നിന്ന് ബില്ല് ചോദിക്കുന്നു, റെക്കോർഡ് ചോദിക്കുന്നു. അപ്പം ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ട് ബില്ലും ഇതൊക്കെ തരാം. പക്ഷേ ACP ജയൻ സാർ പറഞ്ഞു അവർ ലീഗലി പോവുകയാണെങ്കിൽ ലീഗലി പൊക്കോട്ടെ. അതായത് ഓൾറെഡി അവിടെ ഈ പറഞ്ഞ കാര്യം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കല്യാണിയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കല്യാണി വെച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്, ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി, അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്. പരാതി കൊടുത്തു, പക്ഷെ പരാതി പോലീസ് എടുത്തോ? അങ്ങനെയാണെങ്കിൽ FIR ഇടണ്ടേ? FIR ഇട്ടോ? അതേക്കുറിച്ച് കല്യാണം ഒന്നും പറഞ്ഞില്ലല്ലോ. പരാതി കൊടുത്ത FIR ഇടണ്ടേ അല്ലേ? പക്ഷേ ഇതിനകത്തോ അല്ലെങ്കിൽ കല്യാണയുടെ വീഡിയോയിൽ എവിടെയും അതിനുശേഷവും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് FIR ഇട്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അവർ FIR ഇട്ടു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അവരുടെ കയ്യിൽ പ്രോപ്പർ എവിഡൻസ് ഉണ്ട്. സോ അവരതുകൊണ്ട് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നു. ഓക്കെ, കല്യാണി പറഞ്ഞ പ്രകാരം 1-ാം തീയതിയാണ് അവിടെ ചെന്നെന്ന് പറയുന്നു. ഡോക്ടറുടെ വേർഷനും ഈ പരാതി പ്രകാരവും 30-ാം തീയതിയും 1-ാം തീയതിയും ഇവരവിടെ ചെന്നിട്ടുണ്ട്. 30-ാം തീയതി പോയിട്ട് ഡോക്ടറുടെ റൂമിൽ കയറിയിട്ട് ബഹളം ഉണ്ടാക്കി, മെഡിസിനൊക്കെ വലിച്ചെറിയുന്നു, റീഫണ്ട് മേടിക്കുന്നു, ഉപയോഗിക്കാത്ത മെഡിസിൻ്റെ റീഫണ്ട് മേടിക്കുന്നു. അവിടെയും ഈ പറയുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കല്യാണിയുടെ വീഡിയോയ്ക്കകത്തില്ല. കൊളാബ് ചോദിച്ചിട്ടില്ല, ഡിസ്കൗണ്ട് ചോദിച്ചിട്ടില്ല, പിന്നെന്താണ് എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് കല്യാണിയുടെ വേർഷൻ. പക്ഷേ കല്യാണി ചിന്തിക്കാതെ പോയൊരു കാര്യം, ഈ ബില്ലെന്ന് പറയുന്നത് ഉള്ളൊരു സാധനമല്ലേ. കല്യാണി എത്ര രൂപയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു വന്നും എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആ ബില്ലിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പല ആൾക്കാരുടെ കമൻറ്റ് കണ്ടു, അവർ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ്, GST വെട്ടിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കല്യാണിയുടെ വീഡിയോ പറയുന്നുണ്ട് ഞാൻ ഗൂഗിൾ പേ ആണ് ചെയ്തത്, ക്യാഷ് പേയ്മെൻറ്റ് അല്ല ചെയ്തതെന്ന്. ഗൂഗിൾ പേ ചെയ്യുമ്പോൾ അത് ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ ആണല്ലോ. ഈ ബാങ്ക് ടു ബാങ്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് ടാക്സ് വെട്ടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് GST വെട്ടിക്കാൻ പറ്റുന്നത്? നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരും. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കല്യാണിയുടെ അന്തം ഫാൻസിന് വേണ്ടി അല്ല കേട്ടോ, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പം ഡോക്ടറുടെ വോയിസ് ഞാൻ നെക്സ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങളത് കേട്ടു നോക്കുക. അവരെ വളരെ വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ എന്തിനവിടെ ചെന്നു, ഇവർ പറയുന്നു ഇവരുടെ
ഫേസിൽ മാർക്ക് വന്നു, അത് 8 വർഷം മുന്നേ ഉള്ള മാർക്കാന്ന് പറയുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോ പറയുന്നു എൻ്റെ മുഖത്തൊരു പാട് വന്നു, ഞാൻ അതുകൊണ്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ വേണ്ടി പോയി എന്ന് പറയുന്നു. ലോങ് വീഡിയോ പറയുന്നു ആ പാട് അപ്പം വന്നതല്ല, 8 വർഷം മുന്നേ ഉള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത്? ഒരു സ്ഥാപനത്തിനെതിരെ ഒരു അലിഗേഷൻ, ഒരു ഫേക്ക് അലിഗേഷൻ, ഒരു ജെന്യൂൻ അലിഗേഷൻ ആണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, ഞങ്ങൾ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് കേട്ടത് വെച്ചിട്ട് ഒരു ഫേക്ക് അലിഗേഷനാണ് കല്യാണി ആ സ്ഥാപനത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ്? ഒരു സ്ഥാപനത്തെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുന്നു? ഈ കേസിന്റെ ബേസിൽ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എടുത്തു ചാടി എന്തും ചെയ്യാം, പക്ഷെ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കണം, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബില്ല് കിട്ടാത്ത വിഷയമാണെങ്കിൽ ബില്ല് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ്, അത് ലീഗലി പോകുമായിരുന്നു. നിങ്ങൾ ലീഗലി പോയതാണ്. ഫുൾ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ പറഞ്ഞാൽ പോരെ? അതല്ല ചെയ്തത്. ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തു ആദ്യം. നമുക്ക് ബാക്കി കേൾക്കാം. അപ്പൊ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ 30-ാം തീയതി അവിടെ പോയിട്ട് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയിട്ട് അവിടെ എന്താണ് പറഞ്ഞത്, സംസാരിച്ചത്? ആ ഹോസ്പിറ്റലിൽ ക്ലിനിക്കിൽ 30-ാം തീയതി കല്യാണം എന്തിനാ പോയത് ഹസ്ബൻഡുമായിട്ട്? അതേക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. എന്ത് മാനിപ്പുലേഷനാണ് നടന്നിരിക്കുന്നത്? നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ പറ്റിക്കുകയാണ്, ശരിക്കും പറ്റിക്കുകയാണ്. ബാക്കി കേൾക്കാം. ചെറിയ ക്ലിപ്സ് ഞാനിവിടെ കൊടുക്കാട്ടോ. അത് അങ്ങനല്ലല്ലോ. ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ ജിയോ മാർട്ടിൽ ചെന്നിട്ട് മേടിച്ചിട്ട് ഞാൻ മുംബൈയിൽ റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി ബില്ല് മേടിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഈ വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നത് ബില്ല് കൊടുക്കില്ലെന്നല്ല പറയുന്നത്. അവരുടെ കോർപ്പറേറ്റ് ഓഫീസിലാണ് ഉള്ളത്, അവിടെ നിന്ന് എടുത്ത് തരാമെന്നാണ് പറയുന്നത് അല്ലേ? അതല്ലേ നമ്മൾ കേൾക്കുന്നത്. അവിടെ നിന്ന് എടുത്ത് തരാം. ഓൾറെഡി ബില്ല് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അത് ഈ ഡോക്ടറുടെ ഓഡിയോയ്ക്കകത്തുണ്ട്. ഓൾറെഡി ബില്ല് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാട്സപ്പിലേക്ക് അവർ അയച്ചിട്ടുണ്ട്. ഇതെല്ലാം പോയിട്ട് ഇവർ ഓരോ മാസവും ആ ക്ലിനിക്കിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഇവർക്ക് കോൾ വരും. മാം സാറ്റിസ്ഫൈഡ് ആണോ, മാം ഓക്കെ ആണോ, ഡോക്ടറെ കൺസൾട്ടിങ് എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ പോവും. അപ്പോഴും ഇവർ സാറ്റിസ്ഫൈഡ് ആണ്. ആ ഓഡിയോയും അനന്തുൻ്റെ ചാനലിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയ് മാസം വരെ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എപ്പോഴാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്? ഈ പറയുന്ന ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാവില്ല ആൾക്കാർ എന്താ ഇങ്ങനെയെന്ന്. ബാക്കിയേക്കാം. ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്തുകൊണ്ടുള്ളത്. സ്ഥാപനം എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത് സ്ഥാപനം നടത്തുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്? ഈ MVD ചേട്ടനാണോ? അവരുടെ സ്ഥാപനം എങ്ങനെ റൺ ചെയ്യണം എന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്? അവർക്ക് ചിലപ്പം മാസം ബില്ലുകൾ അവിടെ വെച്ചേക്കാൻ പറ്റില്ല. അതാത് മാസങ്ങളിലെ ബില്ലുകൾ മാത്രം വെച്ചിട്ട് ബാക്കി ബില്ലുകൾ അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ മാറ്റുമായിരിക്കും. അത് അവരുടെ ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് ബില്ല് വേണം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ബില്ല് കിട്ടിയാൽ പോരെ? നിങ്ങൾ ബില്ല് ചോദിച്ചു, അവർ ബില്ല് തരാമെന്ന് പറഞ്ഞല്ലോ, തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ പോകണം അവർ പറഞ്ഞല്ലോ. പക്ഷെ അതിന് മുൻപ് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യ വന്ന് ചാനലിൽ പറഞ്ഞ എന്താണ്, 1-ാം തീയതിയാണ് ഞങ്ങളവിടെ ചെല്ലുന്നത്, 1-ാം തീയതി തന്നെ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരും 1-ാം തീയതി കംപ്ലയിൻറ്റ് കൊടുത്തു. ഓൾറെഡി അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അവിടെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വീഡിയോക്കകത്ത് പോലീസ് വരുന്ന വിഷ്വൽ ഇല്ല. നിങ്ങൾ വെച്ചേക്കുന്ന 1-ാം തീയതിയുള്ള വിഷ്വൽ മാത്രമാണ്. പക്ഷെ 30-ാം തീയതി അവിടെ ചെന്ന കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. അന്നാണ് ഡോക്ടർ അവിടെ ഉള്ളത്. നിങ്ങളുടെ വിഷ്വലിൽ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ വരേണ്ടതല്ലേ? ഈ ദിവസമാണ് നിങ്ങളവിടെ ആദ്യമായിട്ട് ചെന്നതെങ്കിൽ നിങ്ങളുടെ ഈ വിഷ്വലിനകത്ത് ഡോക്ടർ വരേണ്ടതല്ലേ? നിങ്ങൾ ഡോക്ടറോടാണ് സംസാരിച്ചെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചല്ലോ, ഡോക്ടറോട് സംസാരിച്ചിട്ടാണല്ലോ അടുത്ത ദിവസം നിങ്ങളോട് ചെന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ഒരു സ്ഥാപനമാണ്, ഇത്രയും വർഷത്തെ ഒരു റെപ്യൂട്ടേഷനാണ്, അത് ഒരു വീഡിയോ കൊണ്ട് തകർക്കാൻ നിങ്ങൾ വിചാരിച്ചു. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരും ഈ സമൂഹത്തിലുണ്ട്. നല്ലത് നടക്കണം, നല്ലത് മാത്രമേ നടക്കാവൂ ചിന്തിക്കുന്ന ആൾക്കാരും ഈ സമൂഹത്തിലുണ്ട്. വർഷങ്ങളായിട്ട് കുറച്ച് പേര് ബിൽഡ് ചെയ്ത് വന്ന ഒരു റെപ്യൂട്ടേഷൻ അതിനെ ഒരു വീഡിയോ കൊണ്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ മേലൊരാൾ ഇരിപ്പുണ്ട്, സമ്മതിക്കില്ല. മനസ്സിലായോ? സത്യം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും വിജയം. അത് എന്ത് പ്രശ്നത്തിലാണെങ്കിലും ഒരു സംശയം വേണ്ട. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് ക്ലിപ്സ് വയ്ക്കാം. പോലീസ് വരുന്നതും ഈ പറയുന്ന കല്യാണിയുടെ ഹസ്ബൻഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള വിഷ്വൽസ് ഞാൻ വയ്ക്കാം. നിങ്ങൾ കണ്ടിട്ട് ബോധ്യപ്പെടുക. പോലീസ് ഇല്ലാത്ത വിഷ്വലാണ് കല്യാണി വെച്ചേക്കുന്നത്. അവരോട് സംസാരിക്കുന്നത് ഇവരുടെ മറ്റേ ക്ലാസ്സിൽ എടുത്ത വിഷ്വലായിരിക്കും. അപ്പോൾ ഈ വിഷ്വലിനകത്ത് എവിഡൻ്റ് ആണ്. ഇവർ പറയുന്നുണ്ട്, ഞാൻ അവർ കേൾപ്പിക്കാം. ഇവർ പറയുന്നുണ്ട് പോലീസ്, അതായത് ഒരു ACP വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ലീഗലി പോകാൻ തീരുമാനിച്ചില്ല, ലീഗലി പൊക്കോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ഓൾറെഡി ഇൻഫോംഡ് ആണ് പോലീസ് സ്റ്റേഷനിൽ. പോലീസുകാർ ഓൾറെഡി ഇൻഫോംഡ് ആണ്. ഓക്കെ, നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം കേട്ടോ മേഡം ഇത്രയും ഡിലേ ആക്കിയത്. അപ്പൊ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യം, കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ. എന്താ പച്ചക്കറി കടയിൽ പോയതാണോ? ചെന്ന ഉടനെ എന്നാ നിന്റെ ബില്ല് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒന്നും അല്ലല്ലോ. അവർക്ക് അവരുടെ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവില്ലേ? ബില്ല് തരില്ലെന്നവർ പറയുന്നുമില്ല. നിങ്ങൾക്കൊന്ന് ഒരല്പം സാവകാശം കാണിക്കാമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ ഡ്രാഗ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ച ആയതുകൊണ്ടാണ് നമ്മൾ പോലും ഇതിൽ നിന്ന് സംസാരിക്കുന്നത്. ബാക്കികൾ കേട്ടോ, ഇത്രയും ബില്ല് ഇത്രയും ലീഗലി ആണെങ്കിൽ ലീഗലി തന്നെ മൂവ് ചെയ്തിട്ട് യു കെൻ. ഞാനിപ്പോൾ ACP ജയൻ സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ സെഡ് യു കെൻ മൂവ് ലീഗലി. അപ്പോൾ ലീഗലി മാം വന്നിട്ട് സംസാരിക്കട്ടെ. ദിസ് ഇസ് നോട്ട് മൈ ക്ലിനിക്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇവരടുത്ത സ്റ്റാഫാണ്. അപ്പോൾ
ACP ജയൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ലീഗലി മൂവ് ചെയ്യാൻ പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേരിലാണ് ഇവർ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയത്. പക്ഷേ ഓൾറെഡി ഇൻഫോംഡ് ആയതുകൊണ്ട് ഇവർ FIR ഇട്ടു. ഉള്ള എവിഡൻസ് എല്ലാം കാണിക്കാതെ FIR ഇടില്ലല്ലോ. ഇവരവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരിക്കും FIR ഇട്ടുണ്ടാവുക. ഇനി ഇദ്ദേഹം ഇറങ്ങി പോകുമ്പം ഇദ്ദേഹം വൈഫും കൂടിയാണ് പോകുന്നത്. പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റൽ ഫുട്ടേജിൽ എന്തുണ്ട്, പോലീസുകാർ വരുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഞാൻ അനന്തും ഡോക്ടറുമായിട്ടുള്ള കോൺവെർസേഷൻ കൂടി ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ അതുകൂടെ ഒന്ന് കേട്ട് നോക്കൂ. അനന്തുവിന്റെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഈ ഒരു ഓഡിയോ കൂടി കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ നമ്മുടെ കല്യാണി ചേച്ചിയുടെയും MVD ചേട്ടൻ്റെയും പേരിൽ FIR വീണിരിക്കുകയാണ്. ഒപ്പം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്കും കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കോൺസിക്വൻസസ് ഒക്കെ ഫേസ് ചെയ്യാൻ രണ്ടുപേരും തയ്യാറാകും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. 2-3 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസ് ഒന്നും ഇല്ല. തിരിച്ച് കോമൺ സെൻസ് ചോദ്യം മാമിന്റെ അടുത്താണ് ആദ്യം ഇവർ വന്നത് അപ്രോച്ച് ചെയ്യുന്നത്, കൊളാബിന്റെ കാര്യം പറയുന്നത്. കറക്റ്റ് എന്റെ അടുത്ത് തന്നെ. കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ ആരും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ, ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിഇയോടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയണത്. ആദ്യം അതൊരു 3-4 മാസം മുന്നേ, അത് ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ല ജീവലക്ഷ്മി. എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിന്നോട്ട് ഓർമ്മ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടറെ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു, ഈ പറഞ്ഞ വരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ പറഞ്ഞ വരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവർക്ക് റിലീസ് ചെയ്യാൻ പറയുന്നത് എന്നോടാ പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തത് എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത് ഞാൻ. അപ്പൊ അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നോണ പറയണം തന്നെ വിചാരിക്കുക. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നോണ പറയണം തന്നെ വിചാരിക്കുക. എന്തിനാ പിന്നെ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരൂ എന്ന് പറഞ്ഞിട്ടാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മെയ് 13 എന്ന് പറയുമ്പോഴത്തേക്ക് ജൂൺ 24 സംതിങ് അല്ലേ? അപ്പോഴത്തേക്ക് കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിൽ CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിൽ CCTV ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒറ്റ CCTVസും നമ്മുടെ ഒരു ക്ലിനിക്സിലും വർക്ക് ചെയ്യിപ്പിക്കാത്ത എന്താ വെച്ചാൽ, ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്റ്റിന്റെ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്. ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന് അവരുടെ ബോഡിയിലത്തെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചു തരുമ്പോൾ അത് ക്യാമറയിൽ പതിയാൻ പാടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയ CCTV കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഇല്ല, അത് ഞങ്ങൾ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ്ലി ഇപ്പൊ റീവാമ്പ് ചെയ്ത ഓഡിയോ കൂടി കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു വിഷയം ഉണ്ടാവുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ, ഓഡിയോ സിസ്റ്റം കൂടെ വെക്കും. നമ്മൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ്സിൽ മനസ്സിലാവുക. ഇതും കൂടെ വെക്കണം. ആരെങ്കിലും സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ? ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു, അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്ത് ഞങ്ങൾ പൊള്ളൽ വരുത്തിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ അവരിപ്പോ പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരു കറുത്ത പാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാമും അതും മറ്റേ സ്റ്റാഫ് കുട്ടിയും പറയുന്നത് സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് അവർക്കത് പറ്റിയത്. അതിന്റെ ഒരു സംഭവം എന്താ? ഈ 8 കൊല്ലം ഞാൻ കണ്ടു വീഡിയോ. 8 കൊല്ലം പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. ഓക്കെ, ആ പാട് 8 കൊല്ലമായിട്ടാണ് ആളെ ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്? എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിച്ചിട്ടില്ലേ? അത് ആ സ്റ്റിറോയിഡ് ക്രീമിന്റെ എന്താണ് സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. വേറെയും കുറെ മെഡിക്കൽ കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററീസിലുണ്ട്. അപ്പം ഈ പാട് വന്നത് ഈ പറയുന്ന പാരമ്പര്യമായിട്ടുള്ളതല്ല, ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തതിനു ശേഷം വന്നതാണ്. അല്ലല്ലല്ലല്ല. ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം. ഒന്ന്, അതാണ് ഇപ്പൊ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്.
ഓക്കെ, മൊത്തമായിട്ടുള്ള ഒരു സ്കിന്നിന്റെ ഒരു വേറെ ഒരു മൊത്തം സ്കിൻ ബാരിയർ. അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ അതിന്. അത് സ്കിൻ മനസ്സിലായി. ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിന് ഒരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്ക് അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സ് ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ്, പ്രൊഡക്ട്സ് ആണ് നിർത്തിയാൽ മതി. അപ്പോൾ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള ഒരു സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടത്താൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം, ഈ 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ, 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ആ സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായി. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഇതിന്റെ ഇരിപ്പുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള? എല്ലാം ഉണ്ട്. എന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? അതെ, അത് അതെ. അത് ഞാൻ ആലോചിക്കണേ, എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണമെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയണം. മുഖത്തൊരു പാട് വന്ന് മാറ്റാൻ വന്ന ഒരാള്, ഓക്കെ, ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്ന് പറഞ്ഞു വന്നു. ആ പാട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താണെന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അപ്പൊ ഒരു 3-4 മാസം കഴിയുമ്പോൾ അത് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചയുണ്ടാക്കാം. കറക്റ്റ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവര് ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ ആ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്ന് അവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, ആ അതെ, ചെയ്തതിന്റെ എല്ലാത്തിന്റെ കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവല്ലോ, അവരൊപ്പ്. അതിന്റെ അതെ. കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഉം. അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഉറപ്പായിട്ടും. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക? ഞാൻ വേറെ ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളെ പൊയ്ക്കോന്ന് പറയോ? ഇതിന്റെ എല്ലാത്തിനും അതെന്താ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇവർ ഒപ്പിട്ട് വന്നേക്കുന്നുണ്ട്, ബാക്കി ട്രീറ്റ്മെന്റ് 100% ചെയ്തതിന്റെയും മെഡിസിൻ 100%. വാങ്ങിയതിന്റെ വേറെ വശം എല്ലാത്തിന്റെയും. ഞാൻ പറഞ്ഞുതരാം. ഇതില് അവർക്ക് മെയ് 30-ാം തീയതി വന്ന് അവര് ഒച്ചയുണ്ടാക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയാ, നിങ്ങൾ 3 ml, കാര്യം ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് ഇത്ര ml സിറിഞ്ച് വേണം എന്നുള്ളതുണ്ട്. അപ്പൊ 3 ml സിറിഞ്ച് ഞങ്ങൾ എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്കറിയാം ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ അവർക്ക്. അവർ പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടേക്ക് ഇവിടേക്കൊക്കെ ഒരു ഉം, പാരവെപ്പ് ഉണ്ടാവില്ലേ? ഉം, ഉം, അതുപോലെ ഉം. നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ എന്താ അത് പറഞ്ഞ ഉടനെ ചെയ്തെന്നറിയോ? ആ ഫയൽ അങ്ങനെ അവർക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോൾ അത് ഏത് സിറിഞ്ച് ഏത് ബാച്ച് എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ചിൽ നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് $multi-billion കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ. അപ്പൊ ഞാൻ തിരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് നോക്കി. അപ്പൊ സംഭവം എന്താണെന്നറിയോ? ഇത് കൊളാബിൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ പറഞ്ഞത് കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആ ഡെർമറ്റോളജിസ്റ്റ് ഇവരൊന്ന് കുത്തി ഇളക്കി വിട്ടപ്പോ അവർക്ക് പെട്ടെന്ന് തോന്നി, ആഹാ ഇത് ഇത്രയും വിലയൊന്നും ഇല്ല, ഇവര് നമ്മളെ പറ്റിക്കുന്നുണ്ടോ? ആ ഒരു ചിന്തയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വേണ്ട, ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾസ് ഞങ്ങൾ അപ്പുറത്ത് പോയി ചെയ്യട്ടെ. ഇതെപ്പോഴാ ഇത് പറയുന്നത് ഈ കാര്യം? ഈ ഇതൊക്കെ മെയ് 30-ാം തീയതി എന്നോട് ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏറ്റവും ഞാൻ പറയാം, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ ഒരു കാര്യത്തിന് ഞാനും ഇത് പറഞ്ഞ് ഓരോന്ന് തെളിയിപ്പിക്കായിരുന്നു. എന്ന് വെച്ചാൽ, ഒന്ന്, ജീവലക്ഷ്മി അല്ലേ ഇത് ആദ്യം ഇട്ടത്, അതിനുള്ളൊരു എവിഡൻസ് ഞങ്ങൾ ആദ്യം കൊടുത്തു. രണ്ടാമതൊരു വീഡിയോ വന്നു, അതിന് CCTV ഫുട്ടേജ് കൊടുത്തു അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യുക, ആ ബില്ല് കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ജീവലക്ഷ്മി ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും GPayയിൽ നടത്തിയിരിക്കുന്ന എല്ലാ എമൗണ്ടും പുറത്തൊരു സപ്പോർട്ടിങ് അപ്പൊ മൂപ്പര് എന്താ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഉള്ള എമൗണ്ട്. അപ്പൊ എന്താ പറയുക, ഞങ്ങൾ സേഫായി. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമായിട്ട് ഞങ്ങൾ ഡിഫമേഷൻ കേസ്, പേഷ്യന്റ് പ്രൈവസി പോളിസി പലതും പറഞ്ഞ് ഞങ്ങളുടെ മേത്ത് കേസ് വരാം. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വന്നതും അതാണ്. ദയവ് ചെയ്ത് ഇനി കൂടുതൽ എവിഡൻസസ് കൊടുക്കല്ലേ. ഡോക്ടർ ഇന്റർവ്യൂ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുള്ളൂ. എവിഡൻസ് കൊടുക്കല്, ഇത് കോടതിയിലായി. മനസ്സിലായി, ആയിക്കോട്ടെ, മനസ്സിലായി. അതെ, അതെ, അതെ. ഒരു ബുദ്ധിമുട്ടില്ല. അത് ഞാൻ പറഞ്ഞത്, യു ഇൻസ്റ്റിഗേറ്റ് ഹെർ. നിങ്ങൾ പറയും, അവിടുത്തെ പറയും, നിങ്ങൾ ഇട് എന്ന് പറഞ്ഞാൽ ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലീഗൽ നോട്ടീസ് പറയാം. ഹലോ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെ ഇട്ടേ പറ്റൂ എന്നുള്ളത് പറയാം.
ഈ ബില്ലിന്റെ കാര്യമേ അവര് ഉം. പറയുന്നത് കൊടുത്തില്ല, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി മേടിപ്പിച്ചു എന്നുള്ളത്. ആ അതെന്താ ബില്ല് അത് കൊടുക്കാത്തതിന്റെ ഉത്തരം കാര്യം പറയാം. എന്തായിരുന്നു? അല്ലല്ല. ബില്ല് കൊടുക്കാതിരുന്നിട്ടില്ല. ഇതെന്താന്ന് വെച്ച് ഒന്ന് ഓരോ ക്ലയന്റും ഇറങ്ങി പോണ സമയത്ത് അവർക്ക് ഹാർഡ് കോപ്പി കൊടുക്കും. ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിജിറ്റൽ കോപ്പി ആയിരിക്കും. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഓഡോ എന്നൊരു സോഫ്റ്റ്വെയർ അറിയോ? ഇല്ല ഇല്ല. ഓഡോ പ്ലാറ്റ്ഫോം. ഓഡോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലത്തെ ഇആർപി സിസ്റ്റവും ഓഡോ സോഫ്റ്റ്വെയർ വഴി ഇപ്പോൾ ഒരു ക്ലയന്റ് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് എന്ന് വെച്ചാൽ ക്ലയന്റിന്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാ ടച്ച് പോയിന്റ്സും കഴിഞ്ഞു ഇന്ന് ഫ്രണ്ട് ഡെസ്ക് ക്ലിക്ക് ചെയ്താൽ ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ ക്ലയന്റിലുള്ള ആഫ്റ്റർ കെയർ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്ത് അവരുടെ രജിസ്റ്റേർഡ് നമ്പറിലോട്ട് വാട്സാപ്പിലോട്ട് പോണ സിസ്റ്റം വരെ ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇവര് ഈ പറയുന്നത് വാട്സാപ്പിൽ അയക്കും എന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നാണല്ലോ. ഇതിനിപ്പോ വീഡിയോ കോൾ വന്നാൽ എന്റെ ട്രിവാൻഡ്രം ക്ലിനിക്കാർ അവർ അയച്ചു കൊടുത്തിരിക്കുന്ന വാട്സാപ്പിന്റെ എല്ലാ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വേണ്ട അനന്തു, നാട്ടിലെ 15 കൊല്ലമായിട്ടേ ആർക്കും ബില്ലൊന്നും കൊടുക്കാതെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇന്നേ വരെ പറ്റത്തില്ല, ഞങ്ങൾക്ക് ശരിയാണ്. ഇൻകം ടാക്സ് റെയ്ഡ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നാട്ടിൽ ഇത്രമാത്രം, അതും വളരെ പ്രോമിനന്റ് ആയിട്ട് ഞാൻ നിന്നൊരു പാർട്ടി, ഒരു ക്ലയന്റ് വന്ന് പോകുമ്പോൾ ബില്ല് കൊടുക്കാതെ ഇങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്യോ? അതിന് ബില്ല് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അത് പറ. അത് നമുക്ക് ചർച്ച ചെയ്യാം. കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ക്യാഷ് ശരിയാണ്. ആയിട്ട് എടുത്തുന്നോ? ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡിലും തെളിവുണ്ടാവില്ലല്ലോ. അവർ ക്യാഷ് ആയിട്ട് തന്നതും ഉണ്ടാവില്ല, ഞങ്ങൾ ബില്ലും കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബില്ല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സൈൻ ചെയ്ത് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ? അത് പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ വിഷ്ണു ആണ് 2-ാം തീയതി ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് കൊച്ചി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് അവരെ വിളിപ്പിച്ചല്ലോ. നമ്മൾ അതെ. വിളിപ്പിച്ച സമയത്ത് നമ്മുടെ ടീം മെമ്പറും പോണല്ലോ. പോയ സമയത്ത് ഇവരാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കൊടുത്ത കാര്യങ്ങളാണ് വീണ്ടും ഇല്ല, ഞങ്ങൾക്ക് വീണ്ടും തരണം എന്നുള്ളത് വേണം എന്നുള്ളത് പറഞ്ഞു. ആ തരണം എന്നിട്ട് തരാലോ എന്ന് പറയുമ്പോൾ നാളത്തേക്കും തരാലോ എന്ന് പറഞ്ഞ കുട്ടികൾ ഒരു വിഷ്ണു ഒപ്പിട്ടു. ഇല്ല, തരാത്ത സാധനം ഇനി തരും എന്നുള്ളതല്ല ഒപ്പിന്റെ അർത്ഥം. ഓക്കെ, ഓക്കെ, ഇനിയും കൊടുക്കാം. തന്ന സാധനങ്ങൾ ഇനിയും തരാം. എത്ര പേര് വേണത്? ഞാൻ ഇന്നലെ വിളിച്ചൊരു യൂട്യൂബറിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിലോട്ട് വന്നേ, നിങ്ങൾ ക്യാമറയും കൊണ്ട് എല്ലാവരും വന്നേ, ഞങ്ങൾ ബില്ല് ഞങ്ങൾ നിരത്തി പിടിച്ചുകൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾക്കത് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി. മനസ്സിലായി. പിന്നെ വേറൊരു നിങ്ങൾ കാര്യമേ, ഇവരുടെ ഉം. മുഖത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് കല്ലിച്ചു, അത് റെഡ് ആയിട്ട് വന്നു, പിന്നെ ഒരു ക്രീം കൊടുത്തു, അതിനുശേഷം കളർ ചേഞ്ച് ആയി എന്നൊരു സംഭവം അവർ പറയുന്നുണ്ട്. ആ പാടിപ്പം മുഖത്തുണ്ടോ? ലാസ്റ്റ് വീഡിയോയിൽ ഇല്ല, വന്ന അത് സ്ഥലത്തുണ്ടോ? ഇല്ല, ആദ്യം ഒരു ചെയ്ത് ഇല്ല, PRP ആയിരുന്നോ? ഇല്ല. PRP ഒന്നും നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം PRP ഒന്നും വെച്ചിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്കിന്നിനില്ല. ഓക്കെ. PRP വെച്ചിട്ട് ഞങ്ങളെ സാധാരണ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ 4 PRP ചെയ്യൂ, സ്കിന്നിൽ ഇന്ന ചെയ്താൽ മതി, ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്താൽ, ഞങ്ങൾ ആ ഗ്രൂപ്പ് അല്ല. ഒരു സ്കിന്നിന്റെ ക്വാളിറ്റി, പോറ്, ടെക്സ്ചർ, ടോണ്, ഇതിനൊരു ഓർഡറിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ബേസ് സിസ്റ്റമാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഓക്കെ. ക്വാളിറ്റി കറക്ഷൻ ആണ് ആദ്യത്തെ സ്റ്റേജ്. എന്ന് വെച്ചാൽ വീടിന് ഒരു ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ ക്വാളിറ്റി ഇല്ലാത്ത സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നിലനിന്ന് പോവില്ല. ഫേഷ്യൽ നമ്മൾ മുഖത്ത് ഫേഷ്യൽ ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്ക് ഒരു തിളക്കം കിട്ടും. 4-ാമത്തെ 5-ാം ദിവസം പഴയ പോലെ ആവൂലേ? അത് അതെ. അവനവന്റെ ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുന്നു അത് നിലനിന്ന് പോകുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ നമ്മളൊരു ഓക്സിജനേഷൻ കപ്പാസിറ്റി ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ, രക്തോട്ടം മേലോട്ട് വരികയാണ്. അത് നിലനിന്ന് പോകണമെങ്കിൽ താഴ്ത്തുന്ന ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ക്വാളിറ്റിയാണ് ആദ്യം ഞങ്ങൾ നോക്കുക. ആ ക്വാളിറ്റി തന്നെ കോംപ്രമൈസ്ഡ് ആയിട്ടാണ് ഈ കുട്ടി വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങളുടെ റെക്കോർഡിലുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ 4-5 മാസമായിട്ട് 4 മാസമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞങ്ങൾ ചെയ്തില്ല? അതിനുത്തരം പറ. ഒരു പാടായിട്ട് വന്നിരിക്കുന്ന 8 കൊല്ലമായിട്ട് പാടായിട്ട് വന്നിരുന്ന മനുഷ്യന്റെ മേത്ത് ഞങ്ങൾക്ക് ലേസർ അടിക്കാം, എന്ത് വേണം ചെയ്യാലോ. അത് ചുരുക്കം ഞങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ മുഖത്തെ സ്കിന്ന് മൊത്തം കംപ്ലീറ്റ്ലി അത്ര ഇതായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് കോംപ്രമൈസ്ഡ്. അതിന്റെ സിവിയറിറ്റി ഓഫ് ദി കൺസേൺ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് അവര് വെച്ചാൽ വന്നപ്പോ ഉള്ള കണ്ടീഷനേക്കാളും മെച്ചപ്പെട്ടില്ലേ ഇപ്പോ? നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ പാടും കുത്തും എല്ലാം കണ്ടിട്ട് അതല്ലേ ഞാൻ ചോദിച്ചത്. മുഖത്ത് വല്ല പാടോ പൊള്ളലോ എല്ലാം കാര്യം. പിന്നെ സ്കിന്ന് ഇരുളിക്കും ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അതിനുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മുടെ സ്കിന്ന് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് റിപ്പയർ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സ്കിന്നിന്റെ വെള്ളം വലിച്ചെടുത്തിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യുക. ആ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഡീഹൈഡ്രേഷൻ സമയത്ത് ഒരു 3-4 ദിവസത്തേക്ക് സ്കിൻ ഒന്ന് ഡൾ ആയിട്ടാണ് സ്കിന്ന് പിക്ക് ചെയ്യുക. അത് ഏത് ട്രീറ്റ്മെന്റും അങ്ങനെയാണ്. നമുക്ക് സ്കിന്ന് മുറിഞ്ഞു കഴിഞ്ഞാലേ സ്കിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉരച്ചിലോ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറുത്തൊരു സ്കാബ് വരില്ലേ? ആ സ്കാബ് അതെ. വരുന്നതിന് സമയത്ത് ചുറ്റും ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വരും. ആ ഡീഹൈഡ്രേഷൻ വരുന്നത് അതെന്താ വെച്ചാൽ സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ കൗൺസിൽഡാ. ആ ഒരു വളരെ ഒരു ചുരുങ്ങിയ സമയത്ത് 3-4 ദിവസത്തേക്ക് സ്കിന്ന് അതേപോലെ ഒറ്റ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സ്കിൻ ഒന്ന് റിപ്പയർ മോഡിലോട്ട് പോകുമ്പോൾ സ്കിന്നൊന്ന് ബാക്കിൽ നിന്ന് വലിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡൾ ആവുന്നുള്ള നേരത്തെ പറഞ്ഞത്. ഡൾനെസിന്റെ പേരിലാണോ ഈ സോഷ്യൽ മീഡിയ ചർച്ച ഉള്ളത്? ആ കുട്ടിയുടെ സ്കിന്നെയാണ് നന്നാക്കി കൊടുത്തതിന് ഒരു ക്രെഡിറ്റും നമുക്കില്ല. ആ കുട്ടിയുടെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു എന്നുള്ളതും അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇനി കേസായിട്ട് മുന്നോട്ട് നിങ്ങൾ എവറിത്തിങ് ഞാൻ അവരെ വേറൊരു വശം ഞാൻ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്. അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അല്ലാതെ എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നോ? വേണ്ട. യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രൊഡക്റ്റിനും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിക്കാലോ. ബ്രാൻഡ് വെച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ എഴുതി ചേർക്കണോ? എന്താ ഇത്? ഞാൻ പറയട്ടെ, ഞാൻ ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യണം. ഒരു യൂട്യൂബോ ഒരു ഊബറോ ഒരു ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ.
സത്യം വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലോട്ട് വന്നത് എനിക്കറിയാവുന്ന എൻ്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിതിനൊരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത സാധനമൊന്നും എഴുതി കൊടുക്കാറില്ല. പക്ഷേ ഓരോരുത്തരുടെ പ്രശ്നമായിട്ട് അവർ വരുമ്പോൾ ആ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അതിനനുസരിച്ചൊരു സൊല്യൂഷൻ പറയും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. പ്രശ്നം ഗുരുതരമല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ വളരെ ലൈറ്റ് ആയിരിക്കും. അതിന് വലിയ ചെലവും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ഞാൻ പോകുന്നു. കാരണം ഇപ്പോൾ ഒരു കമ്പനി ഇങ്ങനെയൊക്കെ വലുതാവുന്ന സമയത്ത് നമുക്ക് ഓപ്പറേഷൻ ടീമുണ്ട്, IT ടീമുണ്ട്, അക്കൗണ്ട്സ് ടീമുണ്ട്, ഇതുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ എവിടെയെങ്കിലും ഞാനോ എൻ്റെ ടീമോ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ അക്കൗണ്ട്സ് ടീമിനെ മൊത്തം ചെകഞ്ഞ് മനസ്സിലാക്കി എല്ലാത്തിനും ബില്ല് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആള് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും വാങ്ങിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. 30-ാം തീയതി എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇരിക്കുന്ന സപ്ലിമെന്റ്സ് എന്താ പറയുക, പൊട്ടിക്കാത്ത സപ്ലിമെന്റ്സ് ഇനി ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഡെസ്കിൽ ഈ പറഞ്ഞ പ്രോഡക്ട്സ് ഇങ്ങനെ തന്നപ്പോൾ അതിനുള്ള റീഫണ്ട് തരാൻ പറയും. ഒരു കുഴപ്പമില്ല, ആ റീഫണ്ട് പ്രോസസ് ചെയ്തതിന്റെ ഒക്കെ തെളിവ് ഞാൻ തരാലോ. എന്താ പറയുക, നിങ്ങൾ ഓക്കെ. ഞാൻ പറയും സമാധാനമില്ലാത്ത ഒരു കാര്യമുണ്ട്. പൊട്ടിക്കാത്ത പ്രൊഡക്റ്റ് ആണോ, ഇവിടെ ഇട്ടോ, ഞാൻ തിരിച്ച് കാശ് തരാം, കാര്യം തീർന്നല്ലോ. ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് മറ്റുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ ചെലവ് കുറവായതുകൊണ്ട് നിങ്ങൾ കാശ് തിരിച്ചു തരണം എന്ന് പറയുന്നത് ന്യായമാണോ? അല്ല. അത് ആ ദേവ് എന്ന് പറഞ്ഞ ആ യൂട്യൂബർ ഞങ്ങളുടെ മാനേജറോട് സംസാരിച്ച മാനേജർ പറഞ്ഞല്ലോ, എല്ലാ കാശും ആദ്യം പറഞ്ഞിട്ടല്ലേ, എന്നാ പിന്നെ ഒന്ന് പുറത്തു പോയി അന്വേഷിച്ചുകൂടെ ഇരുന്നില്ലേ? മനസ്സിലായി. പിന്നെ ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റേറ്റ് ഉണ്ട്. ഇപ്പൊ എല്ലാ ക്വാളിറ്റി ഉള്ള സാധനത്തിനും അത്ര റേറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ വെൻ വി സെറ്റ് സർട്ടൻ സ്റ്റാൻഡേർഡ് ബാർസ് ഇൻ ദ സിസ്റ്റം, ഓഫ് കോഴ്സ് ദേ വിൽ ബിസിനസ് അങ്ങനെയല്ലേ ഓടാ. അവിടുത്തെ ഇതൊരു മെഡിസിൻസ് എല്ലാം പ്രൊഡക്റ്റ് മാമിന്റെ കമ്പനി തന്നെ ഇത് ചെയ്യുന്നതാണോ? എന്ന് വെച്ചാല് ഐ മീൻ ഈ Therefore I Am ബ്രാൻഡിൽ വരുന്നതാണോ മെഡിസിൻസ് എല്ലാം? ഞങ്ങളിവിടെ മെഡിസിൻസ് കൊടുത്തിട്ടില്ലല്ലോ. കഴിക്കുന്ന ഒരു മെഡിസിൻസും കൊടുത്തിട്ടില്ല. നമ്മുടെ സിസ്റ്റം അതാണ്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഒരു MD ഡെർമറ്റോളജിസ്റ്റ് ഒരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ ഓയിൻമെന്റും മരുന്നുകളൊക്കെ കൊടുക്കും. ഞങ്ങളുടെ സിസ്റ്റം ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ബെൻസാൽ പെറോക്സൈഡ്, അഡാപ്റ്റിൻ, ക്ലിൻഡാമൈസിൻ പോലത്തെ ഓയിൻമെന്റുകൾ കൊടുത്ത് ഒരു പിമ്പിൾ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ചാണ്. ആ ഫാർമസ്യൂട്ടിക്കൽ അപ്രോച്ച് അല്ലാതെ തന്നെ ഈ പിമ്പിൾ വരുന്നതിന്റെ കാരണം എന്ത്, സ്കിന്നിന്റെ പ്രതിരോധ ശക്തി എന്ത്, അതെല്ലാം നാച്ചുറലി തന്നെ ശരിയാക്കാനും അതിന് കൺട്രോൾ. ഇപ്പം ഞങ്ങൾക്ക് മരുന്നില്ല എന്നുള്ളതല്ല. ഈ ഓയിൻമെന്റുകളൊക്കെ എപ്പോഴാണ് വരാന്നറിയോ, വലിയ പിമ്പിളൊക്കെ ആയിട്ട് വരുന്ന ഒരു മനുഷ്യൻ അത് കൺട്രോൾ ചെയ്യാൻ. ഇപ്പം ഞങ്ങൾക്ക് കൺട്രോൾ ഡയഗ്നോസിസ് പ്രോഗ്രാം, അങ്ങനെ ഞങ്ങളുടെ സിസ്റ്റം. ഒരാൾ വരുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ ഉള്ള ഒരു മനുഷ്യൻ, മുടി കൊഴിച്ചിൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഏരിയ മൊത്തം ഡാൻഡ്രഫ് ആണെങ്കിൽ ആദ്യം ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യണം. ആ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യേണ്ട ചിലപ്പോൾ മരുന്നുകളുണ്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതല്ല. അത് കാരണം ഒരു എന്താ പറയുക, മുടി കൊഴിച്ചിൽ കറക്റ്റ് ചെയ്യുന്നത് മരുന്ന് കാരണമല്ല. അപ്പം ഞങ്ങൾ മരുന്നല്ല, ഇറ്റ്സ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്. ഗ്ലൂട്ടത്തൈനും കൊളാജനൊക്കെ. ഗ്ലൂട്ടത്തൈൻ നമ്മുടെ ബോഡിയിലുള്ള ഒരു വൈറ്റമിൻ സി മരുന്നാണോ എന്തോ? അല്ല അല്ല. അപ്പൊ ന്യൂട്രീഷണൽ സപ്ലിമെന്റേഷൻസ് അതെല്ലാം, അതൊക്കെ എല്ലാവരും കഴിക്കേണ്ട സാധനം, നമ്മുടെ ബോഡിയിൽ അളവുണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മുടെ അല്ല, ബോഡിയിൽ ഇവരൊരു വൈറ്റമിൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു ക്രീം അടിച്ചേൽപ്പിച്ചു, ലോകത്തില്ലാത്ത വിലയോ അതിനുണ്ടെന്ന് പറഞ്ഞിട്ട്. എത്ര വില എന്നൊന്ന് പറയോ? നമ്മുടെ ജിബി ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇത് മൂന്നും. പിന്നെ ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്, കോസ്മലാൻ. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, ഇത് സ്പാനിഷ് പ്രോഡക്റ്റ്, മീസോ എസ്താറ്റിക്കിന്റെ സ്പാനിഷ് പ്രോഡക്റ്റ് ആണ്. അത് 16,000 രൂപ എന്തോണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. Therefore I Am പ്രൊഡക്റ്റിന്റെ വില. നമ്മുടെ ഫേസ് വാഷിന് എത്ര വില? ജെന്റൽ വൈപ്പിംഗ് ഗ്ലൈസർ ഒരു 600-800, അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആക്റ്റീവ് ഫേസ് വാഷിന് 450, സൺസ്ക്രീൻ ഒരു 800. ഇതാണ് ഞങ്ങളുടെ വില. ഓക്കെ. വേണം, ഇവർ ഈ വെബ്സൈറ്റിൽ കയറി നോക്കുക എന്തോ. അടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്ന മെഡിസിൻ ഏതാണ്? ഐ മീൻ ക്രീം ഏതാണ്? അത് Therefore I Am അല്ല, അത് കോസ്മലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡീപിഗ്മെന്റേഷൻ ക്രീമാണ്. ആ അത് ഡീപിഗ്മെന്റേഷൻ ക്രീം മൂപ്പര് ഭർത്താവിനും കൂടെ ഒന്നിച്ച് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ പറഞ്ഞ ആ ഒരു ചെറിയ ഡബിൾ ഒരു കൊല്ലത്തോളം നിൽക്കും. അതൊരു സ്പാനിഷ് ആയിട്ടുള്ള ബ്രാൻഡ്, മീസോ എസ്തെറ്റിക്, ഇസ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്നതാണ്. അത് അവിടുന്ന് സ്കിന്നിന്റെ വാങ്ങിയതാണോ അതോ ബാരിയർ പുറത്തുനിന്ന് മേടിച്ചതാണോ? നമ്മുടെ അടുത്ത് തന്നെ വാങ്ങിച്ചത്. നമുക്ക് Therefore I Am പ്രൊഡക്ട്സിൽ ഒരു വിധത്തിലും അങ്ങനെ ഒരു മരുന്നല്ല. Therefore I Am പ്രൊഡക്ട്സിനൊന്നും അങ്ങനെ വിലയില്ല. ഇവർ കോസ്മലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാ. എങ്ങനെ അവരങ്ങനെ നമ്മളിത് പറഞ്ഞേ. അടിച്ചേൽപ്പിക്കാന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ് കോളറി കയറി പിടിച്ചിട്ട് വാങ്ങിക്കണോ എന്ന് പറയാൻ പറ്റുമോ? ഒരു MVD പോലീസ് ഓഫീസറിനും ഒരു MVD ഇൻസ്പെക്ടർ, പോലീസ് ഓഫീസറിനും പറഞ്ഞാൽ ഇത്ര നാൾ പറഞ്ഞ അവസാനം തെളിഞ്ഞ MVD ആണെന്ന്. ഓ. ആ ഇൻസ്പെക്ടറിന്റെ എനിക്ക് എല്ലാ വട്ടം എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട സമയത്തൊക്കെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ അയാളെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവും കൂടെ വന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഭർത്താവിനോട് ഞാൻ അടിച്ചേൽപ്പിച്ചു. അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഓരോ സ്റ്റേജിന്, ഇപ്പോൾ ക്വാളിറ്റി സ്റ്റേജിൽ എന്ത് ചെയ്യണം, അത് 3-4 മാസത്തേക്ക് ഒരു പ്രോട്ടോകോൾ, 2 മാസത്തെ ഒരു പ്രോട്ടോകോൾ ഒക്കെ ഒരു ക്ലയൻസ് ഞാൻ കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല, ആ സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റിവ്യൂ ചെയ്യും, എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഓരോരുത്തർക്ക് ഓരോ പോലെയാണ് ട്രീറ്റ്മെന്റ്. ഞാനും അനന്തവും ഒരേ പ്രായമാണ്, ഒരേ പ്രശ്നത്തിൽ നമ്മൾ Therefore I Am വന്നാലേ ഒരു കാര്യം നിന്ന് ചെയ്താൽ തന്നെ 10ാമത്തെ ദിവസം നമുക്ക് രണ്ടുപേർക്ക് 2 റിസൾട്ടാണ്. എനിക്ക് ഹോർമോണൽ പ്രശ്നം പോലെ അല്ല അനന്തയുടെ പ്രൊഡക്ട്സും സൺ എക്സ്പോഷറും ആയിരിക്കില്ല, എന്റെ പാരമ്പര്യമായിട്ട് കിട്ടിക്കുന്ന സ്കിന്നായിരിക്കും അപ്പൊ ഞാൻ ഓരോ സ്റ്റേജിൽ റിവ്യൂ ചെയ്യണം, എവിടെ എത്തി എന്നറിയാൻ. ആ സ്റ്റേജസിലൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവ് വന്നിരുന്നു. ആ പ്രോട്ടോകോളിൽ കോസ്മലാൻ ട്രീറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ലിസ്റ്റിൽ ഞാൻ എഴുതുമ്പോൾ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ MVD കാരൻ്റെ അടുത്ത് താനിത് എടുത്തിട്ടില്ലെങ്കിൽ എന്നാണ്, അതാണ് ഉദ്ദേശിച്ചത്. എന്താ അത്? ഇവർ ആദ്യത്തെ വീഡിയോക്ക് പറയുന്നുണ്ട് ഈ അവിടുത്തെ ഡോക്ടേഴ്സിനൊക്കെ ക്വാളിഫിക്കേഷൻ പോരാ എന്നുള്ള രീതിയിൽ. 15 കൊല്ലമായിട്ട് ഞാൻ വ്യാജ ഡോക്ടറായിട്ട് കേരളം മൊത്തം ഞങ്ങൾ ഇങ്ങനെ ബിസിനസ് അല്ല, മാമിന്റെ കാര്യമല്ല, അവിടെയുള്ള ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ പറ്റിയാ പറഞ്ഞത്. ബാക്കിയുള്ള ഡോക്ടേഴ്സിന് എന്താ ക്വാളിഫിക്കേഷൻ ആൾ പറയുന്നത്? BDS പിന്നെ വേറെന്തോ കോഴ്സൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ല, പറഞ്ഞിട്ടുണ്ട്. കൃത്യം പറയും അനന്തു, ആ വീഡിയോയിലുള്ള കൃത്യം പറയും. കൃത്യമായിട്ട് BDS-ഉം MBBS ആൾ പറഞ്ഞു.
ഓക്കെ. BDS ഉം MBBS ഉം അതെ. BDS ഉം MBBS ഉം കഴിഞ്ഞ് കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിക്ക് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവർ ഇരിക്കണേ എന്നുള്ളത്. MBBS ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ? എന്താ നമ്മൾ ഈ വ്യാജ ഡോക്ടർ എന്നല്ലല്ലോ കുട്ടി പറഞ്ഞത്. വെറും MBBS ഉം BDS ഉം എല്ലാം ചെയ്ത് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നു എന്നുള്ളത്. പിന്നെ എന്നെ മൂപ്പര് അന്ന് ചീത്ത വിളിച്ച സമയത്ത് പറഞ്ഞു നിങ്ങളൊക്കെ ഒരു ഫോറിൻ ഡിഗ്രി ആളല്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നത് അയാൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളി. വളരെ മോശമായിട്ട് സംസാരിച്ചു. മോശമായി എന്നുള്ള സംസാരിക്കുന്നതിന് അസഭ്യമായ ഭാഷയല്ല. എന്നുവെച്ചാല് എന്നെ തെറി വിളിച്ചിട്ടില്ല. ഓക്കെ. നോ, തെറി വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു ആണ് തെറി വിളിക്കാതെ തന്നെ ഒരു ഡോക്ടറിനോടോ ഒരു സ്ത്രീനോടോ കൈ ചൂണ്ടി ആക്ഷനിൽ സംസാരിച്ച് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് മോശമായിട്ടുള്ള പെരുമാറ്റമാണോ? അതെ അതെ. എനിക്ക് ഇതിന്റെ വേണമെങ്കിൽ ഇതിന്റെ സുഖമായിട്ട് CCTV ഫുട്ടേജ് അവൈലബിൾ ആണോ? അനന്തു ഒരു മിനിറ്റ്. എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പോലീസോട് പോയി കംപ്ലൈന്റ് ചെയ്യാലോ എന്നെ തെറി വിളിച്ചു എന്നുള്ളത്. അതെ എന്ത് വേണമെങ്കിലും എനിക്ക് പറയാലോ. ഒരു ഡോക്ടറിനെ വന്നിട്ട് ഒരാൾ തെറി വിളിച്ചു എന്നുള്ളത് അതെ. സത്യമായിട്ട് പറഞ്ഞ അയാൾ തെറിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അയാൾ വളരെ മോശമായിട്ടെന്ന് മാത്രമല്ല ഒരു ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് വന്നൊരു ക്ലിനിക്കിൽ വന്നിട്ട് മെറ്റാഗ്ലാസ് ഇപ്പൊ നിങ്ങൾ വന്നു, നാട്ടുകാർ വന്നു, സാധാരണക്കാർ വന്നു, മെറ്റാഗ്ലാസിൽ വന്നു, അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു മെറ്റാഗ്ലാസ് ഇട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? ഇതിന്റെ CCTV ഫുട്ടേജ് അന്ന് അങ്ങനെ വന്ന് ഈ ഷോ കാണിക്കുന്നതിന്റെ ഓഡിയോ കാണത്തില്ല, CCTV ഫുട്ടേജ് കാണത്തില്ലേ ഈ കിടന്ന ബഹളം വെക്കുന്നതിന്റെ? ബഹളം വെക്കുന്ന എന്റെ കൺസൾട്ടേഷൻ റൂമിലല്ലേ. അവർ 30-ാം തീയതി എന്റെ ക്ലിനിക്കിൽ വന്നു പോയിട്ടുണ്ടെന്നുള്ള തെളിവാണോ വേണ്ടത്? അത് പിന്നെ CCTV ഫുട്ടേജ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇവരൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഏത് ഡേറ്റ് ആണ്? ജൂൺ 1. ജൂൺ 1 ആണല്ലേ? അതിന്റെ CCTVയുടെ ഫുട്ടേജിൽ അവർ കാണിക്കുന്നതിൽ ഏറ്റവും റൈറ്റ് സൈഡ് മേലത്തെ ഓക്കെ. കോർണറിൽ ഞാൻ കണ്ടില്ല, ഞാനത് ടൈമുണ്ട്. കണ്ടിട്ടുണ്ടാവില്ല. അവര് ഡേറ്റും പുറത്തെ വീഡിയോ. ടൈമും ഉണ്ട്. അതെ അതെ അതെ. അവരല്ലേ അതുകൊണ്ടല്ലേ എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ കൊടുക്കേണ്ട അവസ്ഥ വന്നത്. എന്റെ അടുത്ത് ഇവര് സംസാരിച്ച മാമിന്റെ ഫുട്ടേജ് അവിടെ സംസാരിച്ചെന്നാ മെയ് 30-ാം 30 തീയതി മെയ് മെയ് 30 30-ാം തീയതി ശനിയാഴ്ച. ഞാൻ അന്നാണ് ഈ എപ്പോഴും മോശമായിട്ടൊക്കെ സംസാരിക്കുന്നത്. കറക്റ്റ്. അപ്പൊ വളരെ ഓക്കെ ഓക്കെ. നന്നായിട്ടുള്ള ഒരു സംസാര രീതി എന്താ പറയാ 30-ാം തീയതി 30-ാം തീയതി എന്താ പറയാ ഞാൻ എന്നോട് സംസാരിച്ച ഫുട്ടേജ് എവിടെ? അത് മെറ്റാഗ്ലാസിൽ അവർ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് എവിടെ? അതേ ചോദിക്കണേ. ഈ പോലീസിനെ ആദ്യം വിളിച്ചു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഉം. അതെന്താ? അതെ, അവര് റിലീസ് ചെയ്തിരിക്കുന്ന ആ മെറ്റാഗ്ലാസ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ബ്ലർ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞങ്ങളുടെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ജയൻ സാർ പറഞ്ഞു നിങ്ങളൊരു ഞാൻ കേട്ടു, DYSP ആരോ സംതിങ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങൾ കൊടുത്തോന്ന് പറയുന്നുണ്ട്. ഞങ്ങളായിരുന്നു വാസ് ഇൻ ടച്ച് വിത്ത് ദ പോലീസ്. ഈ ശരിയാണ്. കോൺസ്റ്റബിൾസ് ആണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയിപ്പിച്ചിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിട്ടു. അല്ല അത് ഞാൻ ചോദിക്കുന്നത് വിച്ച് മീൻസ് ഒരു കംപ്ലൈന്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷെ നമ്മൾ ആദ്യം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം മൂവ് ചെയ്തു, അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് ആയിട്ട് മൂവ്. കറക്റ്റ്, താൻ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഇതിലുണ്ടോ? അതിന് അതെ ഒരു അതെ. റക്കസ് ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനെ പുറത്താക്കും, ബാക്കി പിന്നെ എന്താന്നുള്ളത് കാണാം. ബില്ലല്ലേ വേണ്ടുള്ളൂ, ബില്ല് അയച്ചു തരാം. നിങ്ങൾ ഒരു എന്താ പറയാ വേണ്ട ബില്ല് റിക്വസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഫോമൽ എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അയച്ചു തന്നിട്ട് ഞങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയ തെറ്റാ. അവിടെ കിടന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആളത് പറയുന്നുണ്ട് ആ വീഡിയോയിൽ, റിലയൻസിന്റെ എന്തോ ഒരു കാര്യത്തിൽ ബോംബെ പോയിട്ടാണ് മുംബൈ പോയിട്ടാണോ ഞാൻ അത് എടുക്കാന്നുള്ളത്. കറക്റ്റാ, അത് കറക്റ്റ് തന്നെയാണ്. 8 മാസം മുന്നേ ഉള്ള ഒരു ബില്ല് വേണമെങ്കിൽ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തരാം. എന്നെ വന്ന് കണ്ടത് ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവർ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് ശരി. അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന്, ഇവർ അപ്പൊ ബില്ല് തരില്ല എന്നുള്ളത് സ്ഥാപിക്കുന്നത് മാത്രമാണോ ഇവരുടെ വശം? കാരണം 8 മാസം മുന്നേ ആ ഡോക്ടർ അതിൽ പറയുന്നുണ്ട്, ഈ മാസത്തെ ആണെങ്കിൽ ഇപ്പൊ എടുത്തോട് പോയിക്കോ. അപ്പൊ എന്താ ബില്ല് തരാണ്ട്? അപ്പൊ ബില്ല് ഇല്ലെങ്കിൽ ബില്ല് എങ്ങനെ ആൾക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പറയാം. വീഡിയോയിൽ ഉണ്ടല്ലോ അത്, ആ ഡോക്ടർ ഓക്കെ, പറയുന്നുണ്ടല്ലോ ഈ മാസത്തെ ആണെങ്കിൽ ഇപ്പൊ തരാം. 8 മാസം മുന്നേ ഉള്ളത് ഓഫീസിൽ നിന്ന് എടുക്കണ്ടേ? മനസ്സിലായി. ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് എടുക്കണ്ടേ? അവരിപ്പോ ബില്ല് കിട്ടിയിട്ട് അവരിപ്പോ എന്ത് ചെയ്യാനാണ്? എക്സാക്ട്ലി എന്റെ ചോദ്യം അതാണ്. ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവർ ബില്ലിൽ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ ഞാനേ തിരിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിരുന്നു അവർക്ക്, സെയിങ് ദാറ്റ് ഞങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു ബില്ല് തരണമെങ്കിൽ അത് സ്പെസിഫിക്കലി തരാം. നിങ്ങൾ ഈ പകുതി ബില്ല് തന്നു എന്ന് പറഞ്ഞല്ലോ, ബാക്കി പകുതിയുടെ നിങ്ങൾ പേയ്മെന്റ് ഡേറ്റ്സ് തരികയാണെങ്കിൽ അത് ഞങ്ങൾ പ്രോസസ് ചെയ്ത് തരാം. നമ്മൾക്ക് മനസ്സിലാവണില്ല അവർ അപ്പൊ അത് അല്ല, മുഴുവൻ ബില്ല് വേണോ? തരാം. മുഴുവൻ ബില്ല് രജിസ്റ്റേർഡ് ആയിട്ട് തരണോ അത് ഇമെയിൽ ആയിട്ട് തരണോ? ഇമെയിൽ ആയിട്ട് തരണമെങ്കിൽ ഇമെയിലിന്റെ അഡ്രസ് ഞങ്ങൾക്ക് അയക്കൂ. ഇത് ഇത് ഇതിന്റെ പ്രൂഫ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ? ഒറ്റ മിനിറ്റ് ഹോൾഡ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ എന്റെ ഫോണിൽ തന്നെ ഉണ്ടാവും. നോക്കട്ടെ, ഒറ്റ മിനിറ്റ് എന്റെ ഫോണിൽ 29-ാം തീയതി മെയിലും I would like to inform the Dr. Nilufer's consultation will begin at 11:30. Right. I had contacted her on 22nd for arranging the online meeting. These are the conversation I had with Jivalakshmi. Okay. നമ്മുടെ കസ്റ്റമർ കെയർ ഇപ്പൊ എല്ലാം എടുത്തിട്ട് ഓരോന്ന് എടുക്കുന്നുണ്ട്. ജിബി, ഡു മീ എ ഫേവർ, ഫാൻസി കസ്റ്റമർ കെയറിന്റെ അടുത്ത് ഇമെയിൽ, ലാസ്റ്റത്തെ ഇമെയിൽ ചോദിച്ചിട്ടുള്ള എന്താ പറയുക ജീവലക്ഷ്മിയുടെ ഇമെയിൽ തന്നാൽ നമ്മളെല്ലാം അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവര് ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് സാറ്റിസ്ഫൈ എന്ന് പറയുന്ന ഓഡിയോ അതിന്റെ ഓഡിയോ എന്തെങ്കിലും ഉണ്ട്. ഓക്കെ ഓക്കെ. എല്ലാ മന്തിലും വിളിച്ച് നമ്മൾ തിരക്കുന്നുണ്ടായിരുന്നോ? യെസ് അത് പണി ഇപ്പൊ തന്നെ കേൾപ്പിച്ചരാം. വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ഒരു മിനിറ്റ്, ഇപ്പൊ കേൾപ്പിച്ചരാം. ഞാൻ അയച്ചുതരില്ല, അതൊക്കെ കേൾപ്പിച്ചരാം. എന്ത് വേണമെങ്കിലും തരാ. ഇത് വിഷയമേ അല്ല അനന്തു, ബട്ട് ദിസ് ഇസ് ടൈം കൺസ്യൂമിങ്. ഇന്നത്തോടെ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സ്പീക്ക് ടു എനി മോർ ഓഫ് യൂട്യൂബേഴ്സ്. കാരണം അനന്തു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇത് ഭയങ്കര ഒരു ടയറിംഗ് പ്രോസസ്സാണ്. ഒരാൾ നുണ പറയുന്നു, നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു, നുണ പറയുന്നു, തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പണിയുണ്ട്.
ബിക്കോസ് അത് മനസ്സിലായി ഈ മനസ്സിലായി. പറഞ്ഞ മാതിരി ആളെ കൊല്ലാൻ ശ്രമിക്കുക റേപ്പ് കേസൊക്കെ ആണെങ്കിൽ പോലീസ് തന്നെ കൊണ്ടുപോയിക്കോട്ടെ. ഇത് ബില്ലിന്റെ കേസാണ്. അതിന് ഇത്ര വലിയ ചർച്ചയാവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ബില്ല് തന്നിട്ടില്ല എന്നുള്ള ഒരാളെ റേസ് ചെയ്യണതിന് നാട് മൊത്തം വിളകേണ്ട ആവശ്യമില്ല. അതിൻ്റെതാ. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. ആ കുട്ടി വീഡിയോയിൽ പറഞ്ഞല്ലോ ലീഗലി ഞാൻ മൂവ് ചെയ്തു എന്നുള്ളത്. ഇനി ആള് ഞാൻ അതിൽ ഇതൊന്നും ആദ്യം ചെയ്യുന്നില്ലേ? എന്തിനാ ഇത് വെറുതെ വീഡിയോ ഇട്ടതെന്ന്? അല്ല, ഞാൻ സാമാന്യം ബോധമുള്ള ഒരാൾ ചോദിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതെ പിന്നെ അതെ. ആദ്യം അങ്ങനെ ചെയ്യായിരുന്നില്ലേ? എന്തിനാ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി കോലാഹലം ഉണ്ടാക്കിയത്? എന്റെ മുഖത്ത് പൊള്ളി പാടുണ്ട്, ഞാൻ ഇതായെന്നും പറഞ്ഞിട്ടല്ലല്ലോ വീഡിയോയിൽ വന്നത്. ബില്ല് തന്നിട്ടില്ല, ഞങ്ങൾ വ്യാജന്മാരാണെന്നല്ലേ പറഞ്ഞത്. അതെ. അതിപ്പോ ഈ പറഞ്ഞ പോലെ തിരിച്ച് ഓരോന്ന് ഞങ്ങൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. വ്യാജന്മാരല്ല എന്നൊന്നും ഞാൻ തെളിയിക്കാൻ നടക്കുന്നില്ല. അതൊക്കെ എന്താ പറയുക, ഹെൽത്തുകാർ വന്ന് നിങ്ങൾ പിടിക്കട്ടെ. ഞാൻ ഇത്രയും നാൾ ജോലി ചെയ്തിട്ടെ ഞാൻ വ്യാജനല്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അത് എന്റെ ദൈവം സഹായിച്ചിട്ട് നമ്മുടെ ക്ലയൻസും നമ്മൾ ഇത്രയും ഇതാണ്. ഞാനൊരു ഡോക്ടർ അല്ല, MBBS ഡോക്ടർ, ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വ്യാജ ഡോക്ടർമാരാണ് എന്നുള്ളതൊന്നും ഞാൻ തെളിയിക്കാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ശരിയല്ല. കാരണം ഇതൊരു മനുഷ്യനെ എന്താ പറയാ, ഇപ്പൊ ഒരു കളിയാക്കണ പോലെയാണോ? ഇത് ഒളിച്ചും പാത്തിട്ടാണോ ഞാനിവിടെ ജോലി ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് കൊറവങ്കോണം, കാലിക്കറ്റിലെ ചെറുട്ടി റോഡ്, എന്താ പറയുക, പനമ്പള്ളി നഗർ, കൊച്ചി, അതുപോലെ MG വേറെ റോഡ്, കാര്യം തൃശ്ശൂർ. പറഞ്ഞിട്ടുണ്ട്, 3 months കൂടി മാത്രമാണ് അവിടെ വരുന്നെന്നുള്ളത്. 3 months കൂടി ഞാൻ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എനിക്ക് ആ കുട്ടീനെ. ഓക്കെ. എല്ലാ മാസം എനിക്ക് കുട്ടീനെ കാണേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം അതിന്റെ മുന്നത്തെ മാസം പോയിരിക്കുന്ന എല്ലാ ടിക്കറ്റ്സ് ഞാൻ കാണിച്ചു തന്നാൽ മതിയോ? ഞാനിപ്പോ എന്റെ ലാസ്റ്റ് ട്രിവാൻഡ്രം വിസിറ്റ് വാസ് ലാസ്റ്റ് സാറ്റർഡേ. അപ്പൊ എല്ലാ ഓക്കെ. മാസം ഞാൻ വരുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ ഞാൻ തെളിയിക്കണോ? ആ കുട്ടീനെ കാണേണ്ട സമയത്തല്ലേ ഞാൻ കാണുള്ളൂ. എല്ലാ മാസം വരുമ്പോൾ എല്ലാ ക്ലയൻസും ഞാൻ കാണണോ? ഓരോരോ സ്റ്റേജ് ഞാൻ മുന്നോട്ട് അവരുടെ ട്രീറ്റ്മെന്റ് പ്രോഗ്രസ് ചെയ്യേണ്ട സമയത്തല്ലേ ഞാൻ കാണേണ്ട ആവശ്യമുള്ളൂ. അതോടെ കഴിഞ്ഞോ? ചോദ്യങ്ങൾ കഴിഞ്ഞോ? മാം എന്തിനു കഴിഞ്ഞു. പറയണ്ടേ പറഞ്ഞോ. അല്ല, എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചു. കാരണം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ എന്തോരം പേരാ വിളിക്കുന്ന കുട്ടീനെ ചീത്ത വിളിച്ചിട്ടെന്നറിയോ? ഒരു 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 മനുഷ്യന് ഒരു പരിഗണന കൊടുക്കണമെങ്കിലല്ലേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. കാരണം അവരൊരു ബുദ്ധിമോശംകാരൻ. അത് ഈ കുട്ടി എന്നുള്ളതല്ല. എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് എന്തൊക്കെ വിളിച്ചു പറയുന്നു, അസഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നു. ഈ നാട്ടിൽ അതിനൊക്കെ ഒരു റെഗുലേഷൻ റെസ്ട്രിക്ഷനും ഇല്ലേ? ഈ കോണ്ടന്റുകളെല്ലാം കൺസ്യൂം ചെയ്യുന്ന അടുത്ത ജനതയ്ക്ക് എവിടേക്കാ ഇതൊക്കെ നയിക്കണേ? ഞങ്ങളെ പോലത്തെ ഒരു എന്താ പറയാ, ഒരു എഡ്യൂക്കേറ്റഡ്, ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു സൗകര്യമുള്ള ഒരു ആളുകൾ, അത് ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞത് കറക്റ്റാ. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് ഒരു ക്ലിനിക്കിൽ വന്നിട്ട് ഇതെല്ലാം ട്രീറ്റ് ചെയ്യാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ടാവും. സാധാരണക്കാരിൽ ഉണ്ടാവോ? ഇല്ല. ഇല്ല. അപ്പൊ അതേ പറഞ്ഞ നമ്മളെ പോലത്തെ ആളുകളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടും. ഡു നോട്ട്. അപ്പൊ ദുബായിലാണെങ്കിൽ ഇത് നടക്കുമോ? മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇത് നടക്കുമോ? എപ്പൊ കൊണ്ടേന്ന് വെച്ചാൽ മതിയല്ലോ യൂട്യൂബറിനെ. എന്താ അപ്പൊ there has to be regulations. No, I want it in your phone. അത് ഒരു സെന്റൻസ് ഉണ്ട്. In order to avoid any misunderstanding and to ensure that we provide the precise documents requested by you via the email, please I'm requesting you to send in the email എന്നുള്ളത്, which is the registered. കാരണം രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഇല്ല അവിടെ. കാരണം ഇനി ഹാർഡ് കോപ്പി തന്നിട്ട് വീണ്ടും കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ഒരു ഇമെയിൽ, രജിസ്റ്റേർഡ് ആയിട്ട് ഇമെയിൽ അല്ലാണ്ട് ഓ. എവിടുന്നോ അവരുടെ ഒരു ഇമെയിൽ പണ്ട് ഇവിടെ ജീവ ലക്ഷ്മി എന്നുള്ള ഒരു അഡ്രസ്സിലോട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, we can show you enough and more evidence. അതേ കൂട്ടി പ്ലീസ് അതൊന്ന് വേഗം ആ വോയിസ് നോട്ട് അയപ്പിക്കും. We want to end this call. So that is it, Anandu. I mean, I'm extremely നമ്മളെല്ലാവരും അപ്സെറ്റ് ആണ്. ഇങ്ങനത്തെ ഒരു കാര്യം ബ്രാൻഡിന് ഫേസ് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ളത്. കാര്യം നമ്മുടെയും ഇപ്പൊ ഓരോ ബിസിനസ്സുകളെ മുന്നോട്ട് നീങ്ങും തോറും ഓരോ പ്രോസസ്സുകളും ഡിപ്പാർട്ട്മെന്റുകളും ശരിയാക്കി തന്നെ കൊണ്ടുപോകേണ്ടി വരും. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാറില്ല. Okay, so I'm going to make you listen to the customer care feedback on കല്യാണിയുടെ വോയിസ് നോട്ട്. അല്ല, കല്യാണിയുടെ കോൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചായിരുന്നു. നമ്മുടെ ക്ലിനിക് വിളിച്ചിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം. ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മാം? നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ മാം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ. നല്ലത്. ഓക്കെ മാം. സാധ്യതയൊക്കെ ഓക്കെ ആണല്ലേ മാമിന്? ഓക്കെ മാം. മാമിന് മറ്റെന്തെങ്കിലും കൺസൾട്ടേഷൻ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ താങ്ക് യു. ഓക്കെ മാം. താങ്ക് യു ഫോർ ടൈം മാം. അനന്ത് കേട്ടോ? അത് ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ബ്ലർഡ് ആയിട്ട് ആയിരുന്നു. ഇത് ഏത് മാസത്തെയാണ്? ഏത് മാസത്തെ കൂട്ടിയത്? മാർച്ച് ഏപ്രിലൊക്കെ. മാർച്ച് എല്ലാം നോക്ക്. മെയ് വരെ എല്ലാം സാറ്റിസ്ഫൈഡ് കോൾ. എല്ലാ കോൾസും മെയ് വരെ. അതേ പറയാം. ലാസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് ലാസ്റ്റത്തെ ഒരു ആ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആ മെയ് വരെ ലാസ്റ്റ് കോൾ എന്നായിരുന്നു? നോക്കി പറഞ്ഞ ലാസ്റ്റത്തെ കോൾ ആണല്ലോ. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ്. ഞാൻ വിളിക്കുന്നത് ആയിരുന്നു. ഇത്ര ശബ്ദം കൊടുക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ചെയ്തിട്ട്? ഓക്കെ. സർവീസ് ഒക്കെ ഓക്കെ ആയിരുന്നില്ലേ? പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രൊസീജിയർ ഒന്നും ചെയ്തില്ല. ഓക്കെ മാം. സ്റ്റാഫ് ഓക്കെ ആയിരുന്നു? ഓക്കെ ആണോ? കൺസേൺ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഒരു 8 കോൾസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം വരെ ഉള്ളതുണ്ട്. അത് ഞാൻ പറഞ്ഞത്. ഓക്കെ ഞങ്ങളുടെ മനസ്സിലായി. സിസ്റ്റം ഇസ് ഫുൾ പ്രൂഫ് ദാറ്റ് ദർ ഇസ് നോ വേ ദാറ്റ് യു ക്യാൻ അതേ പറഞ്ഞത്. ഞാൻ പറയാം, ഒരു ക്ലിനിക്കായിട്ട് നടക്കുമ്പോൾ പല പാഴ്ചകളുണ്ടാവും. ഞങ്ങൾക്ക് മനസ്സിലായി. അടുത്ത പാലക്കാട് തുടങ്ങും. ഇപ്പൊ ഇത്രയും മൊത്തം എത്ര ക്ലിനിക് ഉണ്ട്? ട്രിവാൻഡ്രം, കണ്ണൂരില്ലേ? ട്രിവാൻഡ്രം, കണ്ണൂർ, കാലിക്കറ്റ്, കൊച്ചി, തൃശ്ശൂർ 2,
കാലിക്കറ്റിൽ ഇപ്പോൾ 2ാമത്തെ യൂണിറ്റ് തുടങ്ങും. ദൈവം സഹായിച്ചിട്ടെ അനന്തു, കീപ് അസ് ഇൻ ഗുഡ് പ്രേയേഴ്സ്. നമ്മൾ നല്ല രീതിയിൽ നാട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ബ്രാൻഡുകൾ ഇതെല്ലാം. ദൈവം സഹായിച്ചിട്ട് പ്ലീസ് കീപ് അസ് ഇൻ യുവർ ഗുഡ് തോട്ട്സ് ആൻഡ് പ്രേയേഴ്സ്, ബിക്കോസ് വി ആർ എൻ എത്തിക്കൽ ഗ്രൂപ്പ്. ലെറ്റ് പീപ്പിൾ ലൈക്ക് അസ് ഗ്രോ ഇൻ കേരള, സോ ദാറ്റ് എത്തിക്കലായിട്ട് നമ്മുടേതായ ഇൻഡസ്ട്രീനെ കൊണ്ടു നടക്കാൻ നിങ്ങളെ പോലത്തെ ആളുകൾക്ക് ഒന്ന് സഹായിക്കാം. അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അഗേൻസ്റ്റ് ഞാൻ തുറന്ന് സംസാരിക്കാൻ ഇനി റെഡിയാണ്. ഡെർമറ്റോളജിസ്റ്റുകളെ 200 രൂപ 300 രൂപയുടെ ഓയിൻമെന്റുകളൊക്കെ നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ എന്തിനാ പെട്ടെന്ന് സ്റ്റിറോയിഡ് ക്രീം ആയതുകൊണ്ട് വേഗം അങ്ങനെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അവർ കാലാകാലം ഉപയോഗിക്കുമ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടില് പഴയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ചികിത്സാ രീതികളിലും നമ്മളത് ഇല്ല, നമുക്കതൊന്നും ഇല്ല, നമ്മുടെ രീതികൾ ഇങ്ങനെയാണ് എന്നുള്ള. അതുകൊണ്ടാണല്ലോ എന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കോസ്മെറ്റിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ക്രീം ഉണ്ടാക്കാൻ പഠിക്കല്. കോസ്മെറ്റിക് കെമിസ്ട്രി അമേരിക്കയിൽ നിന്ന് പഠിക്കുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം, ദെയർഫോർ ഐ എം എനിക്ക് വേണ്ട ഫോർമുലേഷൻ എത്തിയിട്ടില്ല. കാരണം എത്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യയിൽ റെഗുലേറ്റ് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടേ ക്രീം ഉണ്ടാക്കാൻ പറ്റൂ. അത് തന്നെ കാരണം ഇല്ലെങ്കിൽ ഞാൻ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ അത്ര ക്വാളിറ്റി സാധനം ഇറക്കുമ്പോൾ പ്രൊഡക്റ്റിന് റേറ്റ് കൂടും. നാട്ടുകാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനൊക്കെ ഏത് കോസ്മെറ്റോളജി ബ്രാൻഡിനാണ്, എസ്തെറ്റിക് ബ്രാൻഡിനാണ് അവരുടേതായ R&D ടീം. ഞങ്ങളുടെ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിലേ മറ്റേ ദീപിക പഡ്കോണയുടെയും അവരുടെയൊക്കെ ഈ പറയുന്ന സിപ്ല കമ്പനിക്കാരുടെയും മറ്റേ ഡോക്ടർ ഷീത്തിന്റെ ഒക്കെ ആൾക്കാരും മാനുഫാക്ചറേഴ്സാണ്. നമുക്ക് സിപ്ലയുടെ ഒക്കെ എക്സൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ R&D ടീമായിട്ട് ഗുജറാത്തിൽ ഇരിക്കുന്നത്. ഇത്രയൊന്നും ചെയ്യേണ്ട. അപ്പുറത്ത് പാലക്കാടും കോയമ്പത്തൂരൊക്കെ ഒരു വീട്ടിലിട്ടിട്ട് ക്രീം കലക്കി എനിക്ക് നാട്ടുകാർക്ക് കൊടുക്കാവുന്നതുള്ളൂ. മനസ്സിലാവാനോ? അപ്പൊ എന്താ വിഷമം എന്താണെന്നറിയോ? നമ്മൾ അത്രയും എത്തിക്കലായിട്ട് ഓരോ കാര്യം മുന്നോട്ട് നീക്കി എന്റെ ഭാഗ്യം കൊണ്ടാണ്, ദൈവം സഹായിച്ച ഭാഗ്യം കൊണ്ടാണ് സംയുക്ത വർമ്മയ്ക്ക് ആ ഇന്റർവ്യൂലൊക്കെ അത് പറയാൻ തോന്നുന്നത്. അപ്പൊ എന്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് കൃത്യമായിട്ട് അറിയാം എന്ന് വെച്ച സൗന്ദര്യവർദ്ധന ബിസിനസ് ആണ് നമ്മുടെ. എല്ലാവരും അങ്ങനെ സാറ്റിസ്ഫൈഡ് ഒന്നും ആവണമെന്നൊന്നുമില്ല. എല്ലാവരും സൗന്ദര്യവർദ്ധന സങ്കല്പമൊന്നും ഞാൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അത് എല്ലാ ബിസിനസിനെ പോലെ ഞങ്ങൾക്കുണ്ട്. എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും അവരുടെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ദയവ് ചെയ്തിട്ട് അനാവശ്യമുള്ള ഒരു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ അഗേൻസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു കുത്തിപ്പൊക്കാൻ നമ്മുടെ അഗേൻസ്റ്റ് ഇല്ല. അപ്പോൾ ലെറ്റ് പീപ്പിൾ ലൈക്ക് അസ് എത്തിക്കലി ഗ്രോ ഇൻ കേരള. അതുകൊണ്ട് ബില്ലൊന്നും കൊടുക്കാതെ തട്ടിപ്പും വെട്ടിപ്പൊന്നും ആയിട്ട് നമുക്ക് നടക്കണം ഒരു ആഗ്രഹമില്ല. എത്ര രൂപ സേവ് ചെയ്യും തട്ടിപ്പും വെട്ടിപ്പൊക്കെ വെച്ചിട്ട്? എന്താ പറയുക, ജീവലക്ഷ്മിനെ ഊറ്റിയെടുത്ത് നമുക്ക് എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ബില്ലൊന്നും കൊടുക്കാതെ? അതൊക്കെ എന്താണിത്? അതൊക്കെ ചെറിയ ചിന്താഗതി നിന്ന് വരുന്ന ആളുകളുടെ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞതുകൊണ്ട് നമ്മളെ പോലത്തെ ആളുകൾ ഇപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ട അവസ്ഥ വന്നുപോയി സോഷ്യൽ മീഡിയയിൽ. അതാണ് സത്യം. മാം ഇതല്ലാതെ വേറെ ബിസിനസ് ഉണ്ടോ? ഇല്ല, ഞാൻ ഇത് മാത്രമായിട്ട് നടക്കുന്ന ഒരാളാണ്. ഓക്കെ. എന്ന് വെച്ചാൽ ഇപ്പൊ കോസ്മെറ്റോളജി ക്ലിനിക്സ് അല്ലാതെ തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റേഷൻസ് കാര്യങ്ങൾ ഞങ്ങൾ ഉടനെ തുടങ്ങാൻ പോകുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തത് മെറ്റ ക്ലിനിക്കുകൾക്കുള്ള ഓപ്പറേഷണൽ സൊല്യൂഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പല ക്ലിനിക്കുകളിലും അവർക്ക് ഇത് കൊണ്ടു നടക്കാൻ അറിയില്ല. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മളെ കുറിച്ച് ആളുകൾ പറഞ്ഞു വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്നുള്ളത്. അത് അവരെ സഹായിക്കാനുള്ള ഒരു കൺസൾട്ടൻസി ഫേമും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. എനി അതർ ക്വസ്റ്റ്യൻസ് ആണ്? ഇല്ല, വേറെ ഒന്നുമില്ല. ഞാൻ ഈ കോൾ ആക്ച്വലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടുന്നോട് പ്രശ്നമുണ്ടോ? ഇടുന്നോട് പ്രശ്നമുണ്ടോന്ന് വെച്ചാല് എത്ര സ്ഥലങ്ങളിലാണ് ഈ ഡോക്ടർ കിടന്ന് വിളിച്ചു പറയുന്നു ഇല്ല, ഇതിപ്പോ ഞാൻ പേടിച്ചിട്ടാണ് നിങ്ങളുടെ സംസാരിക്കുന്നത്. കാരണം എനിക്ക് ആഗ്രഹമില്ല, ഉള്ളത് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം ഓരോ യൂട്യൂബേഴ്സ് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ പറയാൻ എനിക്ക് വയ്യ. ഓക്കെ, പക്ഷെ ഞാൻ പേടിച്ചിട്ട് പറയണത് എന്തിനാണെന്നറിയോ? എന്റെ വശം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാവനയിൽ ഉദിക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ഇട്ടോ, ഞാൻ പറയുന്നതിൽ ഒന്നും തെറ്റില്ല. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന കാര്യത്തിന് തന്നെയാണ്. എന്റെ പ്രാർത്ഥന ഇനി ദയവ് ചെയ്ത് ഒരു യൂട്യൂബ് ഇതും കൂടെ നിങ്ങൾ ഇടാൻ റെഡിയാണെങ്കിൽ എല്ലാം ഇട്ടോ. ഞാൻ ഈ പറയുന്നതും കൂടെ ഇടാം. ദയവ് ചെയ്ത് ഇനി ഒരു യൂട്യൂബേഴ്സ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യല്ലേ. അനന്തുവിന് നല്ല ഒരു ഓഡിയോ ക്ലിപ്പ് അനന്ത് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടെ റിലീസ് ചെയ്യാം. ഒരു പ്ലീസ് ദയവ് ചെയ്ത് ഇപ്പോൾ ഒരാളുടെ അടുത്ത് കൂടെ ഞാൻ കമ്മിറ്റ് ചെയ്ത് 12 അതും ഇത് തന്നെ ഞാൻ അവിടെയും പറയും. അതോടെ ദാറ്റ്സ് ഇറ്റ്. ഇത് ലാസ്റ്റ് 12 കോളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ എം സ്റ്റോപ്പിംഗ് ദിസ്. ബാക്കി നാട്ടുകാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം നാട്ടുകാർ സഹായിച്ചിട്ട് തന്നെയാണ് എന്റെ ബിസിനസ് ഒക്കെ ഓടുന്നത്, നല്ല രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് അതല്ല, നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരു യൂട്യൂബേഴ്സും എന്നെ കോൺടാക്ട് ചെയ്യരുത് എന്നുള്ള ഓഡിയോ ക്ലിപ്പും കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എല്ലാം നിങ്ങൾ ഇട്ടോ. ദാറ്റ് ഇസ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഇൻഡൾജ് ഇൻ ദിസ് എനിമോർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.